അപ്പൊ ഇവിടെ അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, മഴ തരുന്നത്, സസ്യലതാദികളെ മുളപ്പിക്കുന്നത് ഇതൊക്കെ അള്ളാഹ് മാത്രാണ്. ഏത് മുശ്രിക്കും അംഗീകരിച്ചൊരു സത്യമാണ്. സർവ്വ മുശ്രിക്കും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ എമ്പാടും സ്ഥലത്തുണ്ട്. വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടത്തിലെ മുശ്രിക്കുകളോട് അള്ളാന്റെ റസൂല് ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. അള്ളാഹ് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചാണ്. എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ? ആരാടോ നിങ്ങളെ പടച്ചത്? ആരാണടോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ആരാണടോ നിങ്ങൾക്ക് മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്, അതിലൂടെ റിസ്ക് തരുന്നത്? ആരാണടോ നിങ്ങളെ ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്? ആരാണടോ നിങ്ങളുടെ ജീവിതം മുഴുവനും കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിർ ആരാണ്? കൺട്രോളർ ആരാണ്? ആരാണ് എല്ലാം കേൾക്കാൻ കഴിവുള്ളവൻ, എല്ലാം കാണാൻ കഴിവുള്ളവൻ? ഇതൊക്കെ ആരാണ് എന്നൊക്കെ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവരൊക്കെ തലകുലുക്കി സമ്മതിച്ചിരുന്ന മറുപടിയാണ് അള്ളാണ്. ഇതൊക്കെ പറയുകയും ചെയ്യുക, എന്നിട്ട് പിന്നെ നേർച്ചയും വഴിപാടും പ്രാർത്ഥനയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഏത് കാലഘട്ടത്തിലും ശിർക്കിന്റെ ആളുകളുടെ സ്വഭാവം. ഇവിടെയും അള്ളാഹു കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പറഞ്ഞു. അതൊക്കെ ആകാശഭൂമി എന്നാണ് പറയുമ്പോൾ എളുപ്പമുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ സമാവാത്തിൽ എന്തൊക്കെ വേണം? 7 ആകാശങ്ങളാ, അത്ര തന്നെ ഭൂമിയും അതിലടങ്ങിയിട്ടുള്ള എന്തെല്ലാം അതിൽ വരും. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഇനി ഭൂമിയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സമുദ്രങ്ങൾ, നദികൾ, കാടുകൾ, മലയോരങ്ങൾ, കുന്നും മേടുകളും, വൃക്ഷനിബിഡമായ ഘോരവനങ്ങൾ, അതുപോലെ തന്നെ നോക്കത്താത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന ഒട്ടേറെ സസ്യലതാദികൾ. എന്തെന്ത് വിഭവങ്ങളെയാണ് അള്ളാഹു ഈ ആകാശഭൂമികളിലൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തു എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇന്ന് വരെ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടോ? ശ്രീ പരമേശ്വരൻ എഴുതിയിട്ടുള്ള ഹൈന്ദവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ഒരു തടിച്ച പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടിയെ പോലും പ്രപഞ്ചത്തിന്റെ ഏക ദൈവമല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. പരമേശ്വരൻ നമ്പൂതിരിയുടെ പുസ്തകമാണ്. വിശ്വ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ഹൈന്ദവ ധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ അവര് പോലും പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടിയെ പോലും വേറെ ഒരാളും എന്തിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ഇതെല്ലാരും അംഗീകരിക്കും. ഖാലിഖ് അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കാത്തൊരു മുശ്രിക്ക് ലോകത്തില്ല. എല്ലാവരും അത് അംഗീകരിക്കും. അങ്ങനെ ഒരു ഖാലിഖ് ഇല്ല എന്ന് പറയുന്ന ന്യൂനപക്ഷമായ നിരീശ്വര നിർമ്മതവാദികളുണ്ട്. അവരെ നമുക്ക് വിടാം. ഈശ്വര വിശ്വാസികളായ മതവിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹ് മാത്രമേ ഉള്ളൂ ഖാലിഖ്. പക്ഷെ അതുകൊണ്ട് തൗഹീദ് ശരിയാവില്ല. അതുകൊണ്ട് മാത്രം തൗഹീദ് ശരിയാവില്ല. അല്ലാഹ് പറയുന്നത് ഖാലിഖ് അവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ തെറ്റിപ്പോകുന്നു? പിന്നെ എവിടുക്കാ നിങ്ങൾ ഈ തെറ്റിപ്പോകുന്നത്? അവനോട് മാത്രം പ്രാർത്ഥിക്കാവൂ, അവനെ ആരാധിക്കാവൂ, അതാ വേണ്ടത്. കാരണം പടച്ചവൻ പടച്ചവൻ കഴിഞ്ഞാൽ പിന്നെ പടപ്പുകളാണ്. പടപ്പുകളെ മുഴുവനും പടച്ചവനാണെങ്കിൽ ഇവൻ പടപ്പുകളുടെ സർവ്വ ആരാധനകളും ആരിലേക്ക് മാത്രം പോകണം? പടച്ചവനിലേക്ക് പോകണം. പടപ്പുകളിലേക്ക് പോകാൻ പാടില്ല. ഇത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു സത്യമല്ലേ എന്ന് അള്ളാഹു പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ വേറെവർക്ക് പങ്കുണ്ട്, സൂര്യനെ സൃഷ്ടിച്ചതിന് ആളാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് സൃഷ്ടിച്ചതിന് ആളാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ വരെ ഏതെങ്കിലും സൃഷ്ടിച്ചത് ഞങ്ങളെ ഷെയ്ഖാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തങ്ങളാണ്, ഞങ്ങളുടെ ബീവിയാണ്, ഞങ്ങളുടെ ബാബയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? കഴിയൂല. അള്ളാന്റെ വെല്ലുവിളിയാണ്. ഒരാൾക്കും പറയാൻ കഴിയൂല. അള്ളാഹു താല അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, അറൂനി, കാണിച്ചു തരുന്നടാ എന്നാണ് അള്ളാന്റെ വെല്ലുവിളി. അറൂനി, എനിക്കൊന്ന് കാണിച്ചതായോ? എന്ത്? അള്ളാഹു അല്ലാത്തവർ ഇവിടെ വല്ലതിനെയും പടച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചതായോ? അത് എന്ത് പറഞ്ഞ അള്ളാഹ് പറഞ്ഞത് അറിയാം? ഹാദാ ഖൽഖുല്ലാഹ് എന്ന് ആദ്യമാണ് പറഞ്ഞു. ഇതൊക്കെ അള്ളാഹിന്റെ പടപ്പുകളാണ്, ഇതൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്. ഇനി അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതാ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അവനല്ലാത്തവര് വല്ലതും ഈ പ്രപഞ്ചത്തിൽ പടച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് കാണിച്ചതായോന്ന്. ഇന്ന് വരെ ഒരു മുശ്രിക്ക് തലപൊക്കിയിട്ട് പറഞ്ഞിട്ടില്ല, ഇതാ അല്ലാഹ് നിനക്ക് സമാനായിട്ട് ഇപ്പുറത്ത് ഞങ്ങളെ ഒരാൾ ഇന്നത് പടച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് അതാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. ഖാലിഖ് അവൻ മാത്രമാണെങ്കിൽ സർവ്വ മഖ്ലൂഖിന്റെ ഇബാദത്തും ദുആയും നദറും നേർച്ചയും വഴിപാടും ഒക്കെ ആ ഖാലിഖിലേക്ക് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളതൊക്കെ പടപ്പുകളാണ്. പടപ്പുകളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ
അവർക്കൊക്കെ കഴിവുകൾക്ക് പരിധിയും പരിമിതിയുണ്ട്. അറ്റമില്ലാത്ത കഴിവുകളുടെ ഉടമയും പരിധികളും പരിമിതികളുമില്ലാത്ത ഏകനായ സ്രഷ്ടാവ് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂല. ഇലാഹും അല്ലാഹ്, അള്ളാഹിന്റെ കൂടെ വല്ല ഇലാഹുണ്ടോ? ആരാധനയ്ക്ക് അർഹനായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഉണ്ടെങ്കിൽ പറ. എന്തു ചോദിച്ചിട്ടെന്താ? ബൽഹും ഖൗമുൻ യഅ്ദിലൂൻ, പക്ഷേ അവർ തെറ്റിപ്പോയ ഒരു ജനതയാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന് സമന്മാരെ പിന്നെയും സങ്കൽപ്പിച്ച ജനതയാകുന്നു. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു, പടച്ചവനും പടക്കാത്തവരും ഒരേപോലെയാകൂ. എന്തൊരു ചോദ്യമാണ്! എത്ര മനോഹരമായ ചോദ്യമാണ്! നമ്മൾ മനസ്സിൽ കോറിയിടേണ്ട ചോദ്യമാണ് അള്ളാഹുവിന്റെ ആ ചോദ്യം. സൂറത്തുൻ നഹ്ലിലെ 17-ാമത്തെ ആയത്താണ്. എന്താണ് ആ ചോദ്യം? എന്ത് രസമായ പദപ്രയോഗങ്ങളാ! അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു, പടച്ചവനെ പോലെ പടക്കാത്തവരാകുമോ? സൃഷ്ടിച്ചവനും സൃഷ്ടിക്കാത്തവരും ഒരുപോലെയാണോ? പിന്നെ നിങ്ങൾ എന്തിച്ചിട്ടാണ് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇതിന്റെ ഒന്നും മുമ്പിൽ ഒരു മുശ്രിക്കിനും മറുപടി അറിയാൻ കഴിയൂല.